തോമസ് കുട്ടി നിന്റെ കള്ളക്കഥയൊക്കെ ഇന്ന് പൊളിയും. ഇതെന്താണെന്ന് നിനക്ക് അറിയാമോ? ലൈ ഡിറ്റക്ടർ മെഷീൻ. ഇനി നീ നുണ പറഞ്ഞാല് ഇത് കീക്കി അടിക്കും. ഇനി പറ, ഓഗസ്റ്റ് 2-ാം തീയതി നീ അവിടെ പോയിരിക്കും. ഞാൻ തൊടുപുഴയിലെ ധ്യാനത്തിന് പോയതാ സാറേ. പിടിച്ചടാ പിടിച്ചു. ഇനി നീ സത്യം പറ, നിന്റെ മോള് ഒരുത്തനെ കൊന്ന പോസ്റ്റ് ഓഫീസിന്റെ അടി കുഴിച്ചിട്ടിട്ടില്ലേ? അയ്യോ സാറേ, അവളങ്ങ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അവിടെ എന്താ പഠിക്കാൻ. പറയുന്നത് സത്യമാണ്. കീക്കി അടിക്കുന്നില്ലല്ലോ. അതിപ്പം അവിടെയൊക്കെ വിട്ട് പഠിക്കുകയും നിന്റെ കയ്യിൽ എവിടെ നിന്ന് ഇത്രയും കാശ്? സാറേ അവിടെ പഠിക്കാൻ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ ഫ്രീയാ. നീ അപ്പൊ കഴിഞ്ഞ ആഴ്ച പുതിയൊരു കാർ വാങ്ങിച്ചില്ലേ? അത് നീ അവനെ തല്ലിക്കൊന്നിട്ട് അവന്റെ കാശ് അടിച്ചു മാറ്റിയേ? അല്ല സാറേ, അതിനെ അധ്വാനിച്ചുണ്ടാക്കിയതാ. സത്യം പറയടാ. മോളെ അയച്ചെന്നാ സാറേ. കാശ് സാറേ അവിടെ പഠിക്കുന്നതിനോട് പാർട്ട് ടൈം ജോലി ചെയ്ത് നല്ലോണം പൈസ ഉണ്ടാക്കാം, അങ്ങനെ അയച്ചതാ. ഒരു 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി അല്ലല്ലോടാ നിനക്ക്. ഇതൊക്കെ നീ എവിടെ നിന്ന് അറിഞ്ഞു? ഞാൻ അന്വേഷിച്ചറിഞ്ഞാ സാറേ. അല്ല സാറേ, അത് ഞാൻ ABC സ്റ്റഡി ലിങ്ക്സ് വഴി അറിഞ്ഞാണ് സാറേ. ആണോ? ABC സ്റ്റഡി ലിങ്ക്സ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? അത് പിന്നെ വിശ്വസ്തയിലും വിസ സക്സസ് റേറ്റിലും അവരല്ല സാറേ നമ്പർ 1. കേരളത്തിലെ ആദ്യത്തെ വിദേശ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ABC. 36 വർഷത്തെ കരിയറിനുള്ളിൽ ഏകദേശം 35,000 പേരെങ്കിലും അവരൊന്ന് കയറ്റി വിട്ടിട്ടുണ്ടാവും. തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കും. അവർ അപ്ലൈ ചെയ്യുന്ന വിസയിൽ ഒരെണ്ണം പോലും റിജക്ട് ആയിട്ടില്ല സാറേ. അവർ തന്നെയാണ് സാറേ നമ്പർ 1, ഒരു സംശയമില്ല. സാറിന് എന്തിനാ ഇൻഫർമേഷൻ ഒക്കെ? മൂക്ക് ജർമ്മനിക്ക് പോകാനാണ് നഴ്സിംഗ് പഠിക്കാനേ. എന്നാ പിന്നെ ABC സ്റ്റഡി ലിങ്ക്സിനെ തന്നെ വിളിക്കും സാറേ. കണ്ടില്ലേ, കീക്കി അടിച്ചില്ലേ? അപ്പൊ സത്യവാ. ABC സ്റ്റഡി ലിങ്ക്സ് നമ്പർ പറയണം.